സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷെ ഞാൻ കംപ്ലൈന്റ് ഞാനിപ്പോ ഈ വീഡിയോ ഇടാൻ കാരണം കൊണ്ടല്ല, ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അൻസിബയുടെയും ടിനി ടോമിന്റെയും വിഷയത്തിൽ വീണ്ടും കുറെ സംഭവങ്ങൾ നിലവിൽ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ടിനി ടോമിനെതിരെ വീണ്ടും സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ രംഗത്ത് വന്നിരിക്കുന്ന നീന കുറുപ്പാണ്. നീന കുറുപ്പിന്റെ ഒരു വോയിസ് ഒക്കെ കറങ്ങുന്നുണ്ട്. പുള്ളിക്കാരത്തെയും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിനി ടോം ഒരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത്രയും തോന്നിവാസം കാണിച്ച് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തിട്ടും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറങ്ങുന്ന വ്യക്തി വേറെ ആരാന്നറിയോ? ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടിയുണ്ടല്ലോ. അതായത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി. അതായത് എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ആണുങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. കാര്യം പുള്ളിക്കാരത്തേക്ക് അറിയാം ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടത്തോളന്ന്. കാര്യം ഇത് ഞാൻ പലവട്ടവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വട്ടമായി 2 വട്ടമായി അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാര്യം ചില കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറയുന്നത് ന്യായമുണ്ട്. ഇത് ഏതവൻ ഇനി എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും എല്ലാം കൊണ്ടൊന്ന് സ്ത്രീകളുടെ പെടലിക്ക് ഇടുവാണ്. എന്തായാലും നമുക്ക് ടിനി ടോമിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സ്റ്റേജിൽ സ്റ്റേജിൽ നമ്മളെല്ലാവരും അങ്ങോട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടാവല്ലോ. ഒരു സ്റ്റേജിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ ആ വിഷയം പറഞ്ഞ് നീനാക്കുറുപ്പ് ശ്വേതാനന്ദന് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി പറയുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കും. നിങ്ങൾക്ക് ചോദിച്ചത് നമ്മളെ സ്റ്റേഷൻ 15 കൊല്ലമല്ലോ ഞാൻ പഠിപ്പിച്ചു പോകും. നിങ്ങൾ ഇത്രയും പത്രക്കാരല്ലേ, നിങ്ങൾ ചോദിച്ചൊന്ന് മേടിച്ച് കാണിക്കും. നിങ്ങളാണ് ഇപ്പൊ എല്ലാം കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അറിവാണ് ഞങ്ങൾക്കുള്ളത്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ? ടിനി ടോമിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ലേ? ഇയാൾ പലതവണയും പല സ്ത്രീകളെയും പച്ചത്തെറി വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ആ അമ്മ സംഘടനയിൽ തന്നെയുള്ള ആൾക്കാരാണ് വന്ന് പറഞ്ഞത്. പോരാത്തതിന് ഈ അൻസിബ വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താ? പോരാത്തതിന് അൻസിബ പറഞ്ഞ എന്തുവാ? ടിനി ടോമിന്റെ ഡ്രൈവറെ വരെ മതം മാറ്റാനായിട്ട് ശ്രമിച്ചു, പിന്നെ അവിഹിതങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇയാൾ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് കിടന്നത്. പിന്നെ ഇയാളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറിയാണ് ഇയാൾ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയൊക്കെ ഇടകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവുക, ആരെങ്കിലുമൊക്കെ അടിക്കാൻ പോവുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ആരെന്തെങ്കിലും വന്ന് വിമർശിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഇയാൾ ഭീഷണിയാണ്. ഒന്നീ സൈബർ സെല്ലിനെ കൊണ്ട് വിളിപ്പിക്കുക, എന്നിട്ട് അവരുടെ ചാനൽ അടിച്ച് കളയാൻ വേണ്ടി നോക്കുക. ഇതൊക്കെയാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഇപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് മോൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അതിനകത്തോട്ടൊക്കെ വരാം. എന്തായാലും നമുക്ക് നീന കുറുപ്പിന് പറയാനുള്ളതെന്ന് കേൾക്കാം. കംപ്ലൈന്റ് ഞാൻ അസോസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ പുറത്തല്ല തീർക്കാൻ നോക്കേണ്ടത്. ആദ്യം നമ്മൾ അസോസിയേഷന്റെ ഉള്ളിലാണ് തീർക്കാൻ നോക്കേണ്ടത്. അതാണ് നമ്മുടെ ബൈലോ നിയമമുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടൈം ടു ദി അസോസിയേഷൻ. അതിന്റെ ഭാരവാഹികൾക്ക് ടൈം കൊടുക്കണം എന്ന് തന്നെയാണ് എന്ന് ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരത് ടേക്കപ്പ് ചെയ്യും. അടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കംപ്ലൈന്റ് കൊടുത്തിട്ട്. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷെ ഞാൻ സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്താണ് കംപ്ലൈന്റ് കൊടുത്തത്. ഇതൊക്കെ അന്നേ കൊടുക്കണമായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ സംഘടനയിലൊന്നും അല്ല കൊണ്ട് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. അതാണ് ഇവിടെ അൻസിബയും ചെയ്യേണ്ടത്. അതേപോലെ അൻസിബ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ പഴയ കുറേ നടന്മാരും നടിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ മരുന്ന് മേടിക്കാനും പിന്നെ ഇപ്പോഴും നിലവിൽ സീരിയലും സിനിമയും ഒന്നും ഇല്ലാതെ ഒരു പൈസയും എടുക്കാനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പെൻഷൻ പൈസയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു സംഘടന ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള രീതിയിൽ അൻസിബ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പരാതിയും കാര്യങ്ങളും എല്ലാം ഒരു വല്ല DGPക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കൊണ്ടുവന്ന് കൊടുക്കുക. അതായത് പ്രത്യേകിച്ച് ഈ ടിനി ടോമിന്റെ പേരിൽ കൊണ്ടുവന്ന് കൊടുക്കുക. കാര്യം ഒരു സ്ത്രീയെ പറ്റിയിട്ടും ഇങ്ങനെയുള്ള വേണ്ടിയില്ലാത്ത തോന്നിവാസങ്ങൾ വന്ന് സംസാരിക്കാൻ പാടില്ല. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ടേക്കപ്പ് അവർ ചെയ്യും. ഐ വാസ് കൺഫ്യൂസ്. കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് നീതി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും? ശ്വേതാ മേനോന്റെ കാര്യം കണ്ടില്ലേ? പുള്ളിക്കാരത്തി പോലും ഒരു വകയും സംസാരിക്കുന്നില്ല. പുള്ളിക്കാരത്തി എടുത്ത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഇടയ്ക്കെന്തോ പോലീസ് കേസ് മാത്രമാണ് സൂചിപ്പിച്ചത്, പിന്നെ ഇത് അങ്ങനെയുള്ള വിഷയമല്ല, ഇതാന്നൊക്കെ ചുമ്മാ ഒരു മുടന്തൻ ന്യായം പറയുവാണ്.
ഇതിനൊരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല ഒരു മനുഷ്യരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്രയോ സീനിയർ ആയിട്ടുള്ള ആക്ടർമാരുണ്ട്, ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റിയൊന്നും പ്രതികരിക്കണ്ടേ? ഇങ്ങനെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് വെറുതെ നാണം കടേണ്ട ഒരു ആവശ്യമുണ്ടോ ഇതിനകത്ത്? സോ ഐ ഫെൽറ്റ്, ഞാൻ ഒരു പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഐ ഷുഡ് റിയാക്ട് ഓർ റെസ്പോണ്ട് ടു ദാറ്റ്. അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും സംഘടന അത് ടേക്കപ്പ് ചെയ്യും. ഐ ബിലീവ് ഇൻ മൈ അസോസിയേഷൻ. എന്നോട് ചോദിച്ചു ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ അത് ടേക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം, ഐ നോ ദ സിറ്റുവേഷൻ ഇൻസൈഡ് അല്ലെ. നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ആണ്, വേറെ പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ്, വേറെ പല ഇഷ്യൂസിൽ നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യം അവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻസിബ വളരെ സത്യമുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അൻസിബയെ അടുത്തറിയുന്നത് ഈ കമ്മിറ്റിയിൽ മെമ്പർ ആയതിനു ശേഷമാണ്. അൻസിബ സത്യമുള്ള ഒരു കുട്ടിയാണ്. അൻസിബ സത്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നീന കുറുപ്പ് പറഞ്ഞൊരു കാര്യം. അൻസിബ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോണം, ഇവരെല്ലാവരും ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇപ്പം ഇയാൾക്ക് മാത്രം എന്താണ് കൊമ്പുണ്ടോ? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തെറി വിളിക്കുമെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഇയാളുടെ മറ്റേ മകൻ്റെ ഇഷ്യൂ കണ്ടായിരുന്നല്ലോ. എന്തെല്ലാം ഡയലോഗായിരുന്നു ഇയാൾ ബാക്കിയുള്ള ആക്ടേഴ്സിനെയൊക്കെ കുറിച്ച് വന്ന് സംസാരിച്ചത്. ഇപ്പം റീസെൻ്റ്ലി ഇതാണ്ട പുതിയൊരു സാധനം കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ടിനി ടോമിൻ്റെ മകൻ, ഇവർ യൂസ് ചെയ്യുന്ന വണ്ടി അറിയാലോ, മസ്താങ് ആണ്, ഫോർഡ് മസ്താങ് ആണ്. അപ്പം ഈ മസ്താങ്കുമായിട്ട് ഇവരുടെ വീട്ടിൻ്റെ അതുവഴി പോകുന്ന സമയത്ത്, ഹമ്പ് ചാടുന്ന സമയത്ത് നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ സ്പോർട്സ് കാറിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഭയങ്കര രീതിയിലുള്ള ശബ്ദമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് സൈക്കിളിൽ നിന്നോ അല്ലാതെ എങ്ങാണ്ട് എങ്ങനെ വീണ് അങ്ങനെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ആ ഒരു കുട്ടിയുടെ അച്ഛൻ ഈ പറയുന്ന ആദം, അതായത് ടിനി ടോമിൻ്റെ മകനെ വിളിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടായി, പിന്നെ പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന ആളുടെ വീട്ടിലോട്ട് ഈ പയ്യൻ കയറി ചെന്ന് അങ്ങനെ ഭയങ്കര സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ ചൊല്ലിയിട്ട് ഈ പറയുന്ന ഈ അച്ഛനെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുള്ളി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിനി ടോമിനെതിരെയുള്ളൊരു ഗൂഢാലോചനയാണ്. ടിനി ടോമിനെതിരെ ഇവിടെ എന്തിനാണ് ഗൂഢാലോചന ചെയ്യുന്നത്? ടിനി ടോം കാണിക്കുന്ന പ്രവൃത്തികൾ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു മനുഷ്യർക്കും ടിനി ടോമിന് വേണ്ടിയിട്ട് ഗൂഢാലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നാളായിട്ട് ഇയാൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇയാളുടെ മകൻ്റെ വീഡിയോ ഒന്ന് കാണാം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? തെറി വിളിക്കുക, ഞാൻ കൊച്ചാൻ പറഞ്ഞ കേട്ടില്ല, നീ തെറി വിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെറി വിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെറി വിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെറി വിളിക്കുക. ഇത് ടിനി ടോമിന്റെ മകനായതിന്റെ പേരിൽ അങ്ങോട്ടും നല്ലോണം ചൊറിയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ടിനി ടോമിൻ്റെ മകൻ എന്താ കൊമ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം എനിക്കിവിടെ ഉണ്ട്. അതായത് ഇവനൊക്കെ എന്തും ചെന്ന് ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് പറയാം, ചെന്ന് പ്രവർത്തിക്കാം. അവരത് കംപ്ലൈൻറ്റുമായിട്ട് പോകുന്ന സമയത്ത് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. മനസ്സിലായി? അതായത് ഈ ഒരു ഭയങ്കര അരഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു റിയൽ ഫേസ് എന്താണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ടിനി ടോമിൻ്റെ സ്വഭാവത്തിനകത്തും വലിയ മാറ്റമില്ല. അപ്പം എല്ലാം കണക്കാണ്, ഇത്രയേ ഉള്ളൂ. ഇതിപ്പം അച്ഛനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, മകനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി പരിപാടികളാണ് കാണിച്ചു വയ്ക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട് സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ അതെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓ റിയലി റിയലി നീ ഇങ്ങോട്ട് വാടാ, നീ കേറിവാടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. ടിനി ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയ് മോഹനെ പൊളി എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഈ ഒരു സാധനം കിടന്ന് നല്ല രീതിയിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, മക്കൾ എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ടിനി ടോമിൻ്റെ. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയാണോ? അറ്റ്ലീസ്റ്റ്
ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര രീതിയിൽ ചർച്ചയാകും, പിന്നെ ന്യൂസിൽ വരും എന്നുള്ളൊരു ബോധം സ്വന്തമായിട്ട് ഉണ്ടായാൽ നന്നായിരിക്കും, പ്രത്യേകിച്ച് ടിനി ടോമിൻ്റെ മകന്. കാര്യം അച്ഛൻ ഇത്രയും സീനുകളും കാര്യങ്ങളും പബ്ലിക്കിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറി അടിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും ഒരു വീഡിയോ എടുക്കും, അവരിതെടുത്ത് പബ്ലിക്കിലിടും. എന്തായാലും ടിനി ടോമിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഇങ്ങനെ കുറേ നാളുകളായിട്ട് തുടങ്ങിയ പരിപാടികളാണ്. ആരെങ്കിലും ഇയാളുടെ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇയാൾ തിരിച്ച് തെറി പറയുക, അങ്ങോട്ട് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. ഇപ്പം ഓരോ മനുഷ്യരൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇയാൾ അങ്ങോട്ടാണ് പോയി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് സൈബർ ടോം വഴി ആ ഒരു ചാനൽ എടുത്ത് കളയുക. ഇതൊക്കെയാണ് പരിപാടികൾ. എന്തായാലും ഈ ഒരു ചീത്ത വിളിക്കുന്ന സംഭവത്തിൽ ഈ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഒരാളുണ്ടല്ലോ, അയാളുടെ ഒരു ലൈവ്, അയാൾ അന്ന് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കൊണ്ടല്ല, ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മകനിൽ നിന്നും വളരെ മോശമായിട്ട് ഒരു ബിഹേവിയർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്ക് ഞാനും എൻ്റെ മകനും കാർ പോർച്ചിൽ കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ ആഡം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ മുസ്താങ്ങിൻ്റെ നമ്പർ ഞാൻ പറയാം, KL16W7000 എന്ന് പറയുന്ന മസ്താങ്. ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ആരാണെന്ന്. പോകുമ്പോൾ വീടിന്റെ സൈഡിലുള്ള ഒരു ഹമ്പിൽ നന്നായി റേസ് ചെയ്യിച്ചപ്പോൾ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ, ഇതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മോന് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, മീൻസ് ത്രോട്ടിലിൽ നിന്ന് കാലെടുക്കണം. എൻ്റെ മോൻ പേടിച്ചു, അവൻ വീണു, ഭയത്തിനൊന്നും പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞപ്പോൾ വളരെ അരഗണ്ടായിട്ട് എന്നോട് സംസാരിക്കായിരുന്നു ഉണ്ടായത്. ഞാൻ ആ ഒരു ഫസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്തില്ല. അരഗണ്ടായിട്ട് എന്നോട് സംസാരിച്ചിട്ട് എന്നോട് ആ കുട്ടി പറഞ്ഞത്, ഹമ്പിന്റെ അവിടെ എത്തുമ്പോൾ RPM കുറയും, അപ്പോൾ വണ്ടിക്ക് റേസ് ആവുന്നതാണ്. ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞേ, നിനക്ക് പറയാം, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായല്ല? അല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട കേട്ടല്ലോ. നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഈ ഒരു രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. ഇത് ആദ്യത്തെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്, രണ്ടാമത്തെ കോൺവെർസേഷനാണ് റെക്കോർഡ് ചെയ്യുന്നത് പറയുന്നത്. ഇനിയിപ്പം എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ അന്നേ ശരിക്കും പറഞ്ഞാൽ പുറത്ത് കൊണ്ടൊരു സാധനമാണ്, പക്ഷേ വലിയ രീതിയിൽ അന്ന് ചർച്ചയായിട്ടില്ലായിരുന്നു. എന്തായാലും അന്നില്ല കഞ്ചാവിൻ്റെ കേസിൻ്റെ സമയമൊക്കെ ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് പ്രകാരം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ടിനി ടോമിന് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ടോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീകളുടെ അടുത്ത് ഈ പെരുമാറുന്ന രീതി, ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ ഈ പറയുന്ന ടിനി ടോമിനെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കണം. കാര്യം ഇത്രയും സ്ത്രീകൾ ഒരാൾക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പം പിന്നെയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ നിലനിർത്തുന്നത്? എന്നിട്ട് ഇപ്പം പറഞ്ഞുണ്ടാക്കുക എന്തുവാ, ടിനി ടോമിനെ എന്തുവാ മറ്റേ മൊത്തത്തിൽ തകർക്കാനുള്ള പരിപാടിയാണ്. ടിനി ടോമിന്റെ മകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മകനാണ്, റിവേഴ്സ് ആയിട്ടുള്ള വില്ലയുടെ താമസമാണ്. ഇതാണ് എന്റെയൊക്കെ സംസ്കാരം. DYSP മുതലുള്ളവരെ വിളിച്ചേക്കാണ്. ഞാനാണെങ്കിൽ എനിക്ക് ഇത്രയും സ്വാധീനമുണ്ടോ DYSP മുതലുള്ളവരെ? DYSP CA പറഞ്ഞു, DYSP വിളിച്ചു, DYSP CA വിളിച്ചു, അങ്ങനെ ബാക്കിയുള്ള നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ ഇവനെ മുറി അടച്ചിട്ട് തെറി വിളിച്ചു, ചീത്ത പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇവന് യാതൊരു വിധ മര്യാദയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, ഫോണിൽ വിളിച്ച് തെറി വിളിച്ചതിൻ്റെ പേരിൽ സകലമാന പേരെയും കൊണ്ട് വിളിപ്പിക്കുന്നു. ഈ പറയുന്ന ഈ പുള്ളിയുടെ പേരിൽ കേസ് എടുക്കും എന്നുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇൻഫ്ലുവൻസ് വെച്ചിട്ടുള്ള കളികളാണ് ഈ ടിനി ടോം പകുതിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ അൻസിബയ്ക്കും ഈ പറയുന്ന നീന കുറുപ്പിനും ഇവർക്കൊരു നീതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതുമാത്രമല്ല, ഈ സംഘടനയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിനകത്ത് മെയിൻ ഹെഡായിട്ടുള്ള ഈ പറയുന്ന ശ്വേതാ മേനോൻ ആയിക്കോട്ടെ, വേറെ ആൾക്കാർ ഈ ബാബുരാജ് ആയിക്കോട്ടെ, ഇവരെ കൊണ്ടൊന്നും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ കഴിവതിന് രാജിവെക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു സംഘടന തന്നെ പിരിച്ചുവിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.